മുടി വളരുന്ന ഈശോയുടെ പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4 നൂറ്റാണ്ട് പഴക്കമുള്ള കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ പ്രമുഖ ദേവാലയമാണ് തങ്കി സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഫെറോന ചർച്ച് എന്നറിയപ്പെടുന്ന തങ്കിപ്പള്ളി. ആലപ്പുഴ ജില്ലയിലെ ചെറുതലക്കടുത്തായിട്ടാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. മുടി വളരുന്ന ഈശോയുടെ പള്ളി എന്നാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത്. കൊച്ചി രൂപതയുടെ കീഴിലാണ് കേട്ടോ ഈ ഒരു പള്ളിയുള്ളത്. 1583 ഒരു ചെറിയ കപ്പേളയായിട്ടാണ് കേട്ടോ ഈ ദേവാലയം സ്ഥാപിതമായത്. 1936 ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാർ പിടികരി കൂട്ടി വിറ്റ് കിട്ടിയ പണം കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പ്രതിഷ്ഠിച്ചതാണ് കർത്താവിൻ്റെ അത്ഭുത രൂപം. കാലങ്ങളായി തിരുസ്വരൂപത്തിൻ്റെ തലമുടി വളർന്നുകൊണ്ടേയിരിക്കുന്നു. മുടി വളരുന്ന ഈശോയുടെ പള്ളി എന്നാണ് ഈ ഒരു ദേവാലയം അറിയപ്പെടുന്നത്. ഈ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചാൽ മാറാരോഗങ്ങൾ മാറുമെന്നും ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും വിശ്വാസികൾ കരുതുന്നു. 1936 ഈ ഒരു രൂപം തങ്കിപ്പള്ളിയിൽ എത്തിച്ചത്. ഇത് പോർച്ചുഗൽ നിർമ്മിച്ചതാണ് കേട്ടോ ഈ തിരുസ്വരൂപം. 1936 പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഒരു പീഡാനുഭവ ഈശോയുടെ രൂപം ഇന്ന് ആയിരക്കണക്കിന് വിശ്വാസികളുടെ ഭക്തിയുടെ കേന്ദ്രമാണ്. പ്രധാന നേർച്ച എന്ന് പറയുന്നത് പിടികരി സമർപ്പണമാണ്. അതേപോലെ തന്നെ തൊട്ടിൽ നേർച്ച, നിരങ്ങ് നേർച്ച, ഉരുൾ നേർച്ച, അതേപോലെ തന്നെ പട്ടും തലകിണിയും ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത്. 1936 നാട്ടിൽ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ പള്ളിയിൽ ആളുകൾ ഒരു പിടി അരി വീതം കൊണ്ടുവന്ന് നൽകുന്ന പിടിയരി സമ്പ്രദായം തുടങ്ങി. ഈ അരിയും കൂടിയാണ് കേട്ടോ നേർച്ചക്കഞ്ഞിയായിട്ട് ഇവിടെ ആളുകൾക്ക് കൊടുക്കുന്നത്. ഇവിടുത്തെ നേർച്ചക്കഞ്ഞി ഒരു ദിവ്യ ഔഷധമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്. ഇത് കുടിച്ച എല്ലാ അസുഖം മാറുമെന്നാണ് വിശ്വാസം. വിശുദ്ധ വാരത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത്. പെസകാവഴത്തിലെ ദീപക്കാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയിലെ നഗരകാര്യം കാണാൻ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് ആളുകൾ ഈ പള്ളിയിൽ എത്താറുണ്ട്. ഇതാണ് കേട്ടോ മുടി വളർന്ന ഈശോയുടെ അത്ഭുത രൂപം. 1936 പോർച്ചുഗലിൽ കൊത്തിയുണ്ടാക്കിയ ഈശോയുടെ പീഡാനുഭവ രൂപം കടൽ മാർഗം ഇവിടെ എത്തിച്ചു. കപ്പലിൽ നിന്നും കെട്ടുവള്ളത്തിൽ കയറ്റിയാണ് ഈ അത്ഭുത രൂപം തങ്കിയിലെത്തിച്ചത്. കർത്താവിൻ്റെ രൂപം 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. കല്ലറി സംസ്കരിച്ചപ്പോൾ പൊതിഞ്ഞ കച്ചിയുടെ തനി പകർപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് ചരിത്രപ്രസിദ്ധമായ ഒരു പള്ളിയാണ് ഇത്. നിങ്ങൾ അർത്തിങ്കപ്പള്ളിയിലൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പള്ളി കൂടി വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആസാദി വെള്ളിയാഴ്ചയും ഇവിടെ ആരാധനയും അതേപോലെ നേർച്ചക്കഞ്ഞിയുണ്ട് കേട്ടോ. ആരാധന കൂടാനും നേർച്ചക്കഞ്ഞി കഴിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട്. ഞാനും വരാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും പറയാറുള്ളത് ഈ തങ്കിപ്പള്ളിയിലെ നേർച്ചക്കഞ്ഞി ഒരു ദിവ്യ ഔഷധമാണെന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു വിശ്വാസ കേന്ദ്രം ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശയും അതേപോലെ തന്നെ ആത്മീയ ശക്തിയും നൽകിക്കൊണ്ടിരിക്കുന്നു.